ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡിസംബറിലെ ഉത്സവകാലത്തെ കുതിച്ചുചാട്ടത്തിനും ശീതകാല യാത്രയിലെ തിരക്കേറിയ യാത്രയ്ക്കും ശേഷം UAE ഇന്ത്യ റൂട്ടിൽ വിമാന നിരക്ക് കുത്തനെ ഇടിഞ്ഞു. ഇക്കോണമി ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 1000 ദിർഹമോ അതിൽ താഴെയോ കുറഞ്ഞതായി ട്രാവൽ വെബ്സൈറ്റുകളിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ പകുതി വരെ നീളുന്ന ഓഫ് പീക്ക് സീസണിൽ ഇത് സാധാരണമാണെങ്കിലും ടയർ 2 നഗരങ്ങളിലേക്കുള്ള നിരക്ക് താരതമ്യേന കൂടുതലാണ്. ഉദാഹരണത്തിന് ജയ്പൂർ 1128 ദിർഹം, വാരണസി 1755, ഇൻഡോർ 1235 തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 1000 ദിർഹത്തിന് മുകളിലാണ്. അതേസമയം മുംബൈ 753, ഡൽഹി 900 തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള നിരക്ക് ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള യാത്രകൾക്ക് 1000 ദിർഹത്തിൽ താഴെയാണ്. ഓഫ് സീസണിൽ ഡിമാൻഡ് കുറവാണെങ്കിലും ചെറിയ നഗരങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് അവരുടെ യാത്രകൾക്കായി അധിക തുക നീക്കിവെക്കേണ്ടി വരുമെന്നതും പറയുന്നു. വരാനിരിക്കുന്ന വാരാന്ത്യത്തിൽ ഇന്ത്യയിലേക്ക് പെട്ടെന്ന് യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവസാന നിമിഷം 850 ദിർഹത്തിനും ടിക്കറ്റുകൾ ലഭിക്കും. ഗാർഹിക തൊഴിലാളി ജോലിയിൽ ഹാജരാകാതിരുന്നാൽ സ്പോൺസർക്ക് ചെലവായ തുക 2 ആഴ്ചയ്ക്കകം തിരിച്ചു നൽകണമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. വിദേശങ്ങളിൽ നിന്നും റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി നിയമനം ലഭിച്ചവർ ജോലി ചെയ്യാൻ വിമുഖരായി മടങ്ങിയാലും നിയമന ചെലവ് തിരിച്ചു നൽകണം. തൊഴിൽ പരിശീലന കാലത്ത് ജോലിക്ക് പ്രാപ്തിയില്ലെന്ന് കണ്ടെത്തിയാലും മോശം പെരുമാറ്റം പ്രകടിപ്പിച്ചാലും സ്പോൺസർക്ക് തൊഴിലാളിയെ റിക്രൂട്ടിംഗ് ഓഫീസുകളിൽ തിരിച്ചേൽപ്പിക്കാം. തൊഴിൽ കരാർ തൊഴിലാളി സ്വന്തം ഇഷ്ടപ്രകാരം റദ്ദാക്കിയാലും റിക്രൂട്ടിംഗ് കമ്പനികൾ സ്പോൺസർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും UAE അധികൃതർ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസികളിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഗൾഫ് കറൻസികൾ. കുവൈറ്റ് ദിനാർ, ബഹ്റൈൻ ദിനാർ, ഒമാൻ റിയാൽ എന്നിവയാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. ഒരു ഒമാനി റിയാലിന് 2.59 US$ നിലവിലെ മൂല്യം. കഴിഞ്ഞ വർഷം 2.49-നും 2.6-നും ഇടയിലായിരുന്നു. ജോർദാനിയൻ ദിനാർ, ഗിബ്രാൾട്ടർ പൗണ്ട്, ബ്രിട്ടീഷ് പൗണ്ട് എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. പ്രധാനമായും എണ്ണയെ ആശ്രയിക്കുന്നതാണ് ഒമാന്റെയും കുവൈറ്റിന്റെയും ബഹ്റൈന്റെയും സമ്പദ് വ്യവസ്ഥ. ഒരു കുവൈറ്റ് ദിനാറിന് 280.72 രൂപയും ബഹ്റൈൻ ദിനാറിന് 229.78 രൂപയും ഒമാൻ റിയാലിന് 224.98 രൂപയുമാണ് നിലവിലെ വിനിമയ നിരക്ക്. കുവൈറ്റിൽ ഇന്നു മുതൽ 25 വരെ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി മുടങ്ങും. സെക്കൻഡറി സബ്സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് വൈദ്യുതി മുടക്കം. 6 ഗവർണറേറ്റുകളിലും അറ്റകുറ്റപ്പണി ജനുവരി 18 ശനിയാഴ്ച മുതൽ തുടങ്ങുമെന്ന് വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. ജനുവരി 25 വരെ അറ്റകുറ്റപ്പണികൾ നീളും. ഇതുമൂലം ചില സ്ഥലങ്ങളിൽ വൈദ്യുതി മുടങ്ങും. അറ്റകുറ്റപ്പണിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് വിവിധ സമയങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. രാവിലെ 8 മണി മുതൽ 4 മണിക്കൂറാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത്. ജോലി അനുസരിച്ച് അറ്റകുറ്റപ്പണിയുടെ കാലയളവ് നീട്ടാനോ കുറയ്ക്കാനോ ഉള്ള സാധ്യതയുണ്ടെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിലുടനീളമുള്ള കര, വ്യോമ, കടൽ തുറമുഖങ്ങളിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒരാഴ്ചയ്ക്കുള്ളിൽ 2124 കള്ളക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2124 നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തതായി സകാത്ത് നികുതി കസ്റ്റംസ് അതോറിറ്റി വ്യക്തമാക്കി. കള്ളക്കടത്തിൽ നിന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള അതോറിറ്റിയുടെ നീക്കങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നിരോധിത വസ്തുക്കളുമായി ബന്ധപ്പെട്ട 350-ലധികം കേസുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഹാഷിഷ്, കൊക്കൈൻ, ഹെറോയിൻ, ഷാബു, ക്യാപ്റ്റഗൺ ഗുളികകൾ എന്നിവയും മയക്കുമരുന്നും ഉൾപ്പെടും. പുകയിലയും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ കടത്താനുമുള്ള 1745-ലധികം ശ്രമങ്ങളാണ് കസ്റ്റംസ് തടഞ്ഞത്. പണവുമായി ബന്ധപ്പെട്ട 22 കേസുകളും ആയുധങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെട്ട 3 കേസുകളും ഈ കാലയളവിൽ പിടികൂടി. കള്ളക്കടത്ത് സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ 1910 എന്ന നമ്പറിൽ വിളിച്ചോ പ്രത്യേക അന്താരാഷ്ട്ര നമ്പറിലോ അല്ലെങ്കിൽ പ്രത്യേക ഇമെയിൽ വിലാസത്തിലോ അറിയിക്കണമെന്നും അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് സാമ്പത്തിക പ്രതിഫലവും അധികൃതർ വാഗ്ദാനം ചെയ്യുന്നു.
അതേസമയം താമസ നിയമങ്ങൾ ലംഘിച്ചതിന് ആകെ 13,562 പേരെയും അനധികൃത അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് 4,853 പേരെയും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് 3,070 പേരെയും അറസ്റ്റ് ചെയ്തതായും സൗദി പോലീസ് വ്യക്തമാക്കി. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ 1,568 പേരിൽ 50% എത്യോപ്യക്കാരും 47% യമനികളും 3% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് 64 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. നിയമലംഘകരെ കൊണ്ടുപോകുന്നതിലും പാർപ്പിച്ചതിലും പങ്കാളികളായതിന് 16 പേരെയും അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് സൗകര്യമൊരുക്കുന്ന ഗതാഗത സൗകര്യവും താമസ സൗകര്യവും നൽകുന്ന ആളുകൾക്കും പരമാവധി 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും വാഹനങ്ങളും സ്വത്തും കണ്ടുകെട്ടലും ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. UAEയിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രസിദ്ധീകരിച്ചു. ഇതുപ്രകാരം ഇന്ന് ദ്വീപുകളിലും ചില വടക്കൻ പ്രദേശങ്ങളിലും പകൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയതോ മിതമായതോ ആയ കാറ്റുമുണ്ടായേക്കാം. ചില സമയങ്ങളിൽ പൊടിപടലങ്ങൾ ഇളകാനും സാധ്യതയുണ്ട്. പൊടിപടലങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണം. ശ്വസന സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വേഗതയിൽ ചിലപ്പോൾ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇതോടൊപ്പം നേരിയ മഴയും പെയ്തേക്കാം. രാജ്യത്ത് താപനില 26 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. അബുദാബിയിലും ദുബൈയിലും ചൂട് 22 ഡിഗ്രി സെൽഷ്യസായി ഉയരും. അബുദാബിയിലെ ഉൾപ്രദേശങ്ങളിൽ 16 ഡിഗ്രി സെൽഷ്യസും ദുബൈയിലെ ഉൾഭാഗങ്ങളിൽ 17 ഉയർന്നേക്കാം. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ ഇന്ന് വൈകിട്ട് 8 മണി വരെ രാജ്യത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടലിൽ ചില സമയങ്ങളിൽ മിതമായതോ പ്രക്ഷുബ്ധമോ ആയിരിക്കും. ചില ഉൾപ്രദേശങ്ങളിൽ ഇന്ന് രാത്രിയിലും നാളെ രാവിലെയും ഈർപ്പമുള്ളതായിരിക്കും. മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്നലെ ഉച്ചകഴിഞ്ഞ് റാസൽ ഖൈമയിലെ ജബൽ ജൈസ്, സെയ്ഹൽ അറബി, അൽദെയ്ത്ത് എന്നിവയുൾപ്പെടെയുള്ള പർവ്വത പ്രദേശങ്ങളിൽ നേരിയ മഴ പെയ്തു. രാവിലെ 6:30 റാസൽ ഖൈമയിലെ ജൈസ് പർവ്വതത്തിൽ 4.7 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.